ഖിറാഅത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് പന്തിപ്പോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. صدق الله العلي العظيم. السلام عليكم. ഈ യോഗത്തിൻ്റെ സ്വാഗത ഭാഷണം നിർവഹിക്കുന്നതിന് മസ്കറ്റ് KMCCയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി റഹീം വറ്റലൂർ സാഹിബിനെ ക്ഷണിക്കും. പ്രിയമുള്ളവരെ, ഒരുപാട് സങ്കടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ഓരോ ദിവസവും പ്രയാസങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഉണരുന്നത്, നമ്മൾ ഉറങ്ങുന്നതൊക്കെ അങ്ങനെ. കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഇതുപോലെ ഒരു ജൂലൈ മാസത്തിൽ കേരളത്തിലെ മൊത്തം ആളുകളെയും, ഇന്ത്യയിലെ തന്നെ, ലോകത്തിലെ തന്നെ എന്ന് പറയാം, മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന വയനാട്ടിലെ വലിയ ഒരു ദുരന്തം സംഭവിച്ചത്. ആ ദുരന്തത്തിൽ പ്രയാസം അനുഭവിച്ച ആളുകളുടെ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒപ്പം പ്രവാസികളായ ഞങ്ങളും കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് പ്രിയപ്പെട്ട തങ്ങളുടെ നിർദ്ദേശപ്രകാരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള KMCCയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഇങ്ങനെ ഒരു പ്രയാസമുണ്ടായപ്പോൾ അതിൽ വേദന അനുഭവിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കുക എന്ന നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം, അതുപോലെ തന്നെ പ്രിയപ്പെട്ട തങ്ങളുടെ നിർദ്ദേശവും അനുസരിച്ച് മസ്കത്തിലുള്ള പ്രവാസി കൂട്ടായ്മ KMCC ഇതിൻ്റെ ഭാഗമാവാൻ തീരുമാനിക്കുകയും പ്രിയപ്പെട്ട തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് 1 കോടിയിലധികം രൂപ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അതിന് സർവശക്തനെ സ്തുതിക്കുകയാണ്. ഈ പ്രയാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട ഒരാളാണ്, മീഡിയ അറ്റൻഷൻ വളരെ കൂടുതലായി വന്ന ഒരു സംഭവമായിരുന്നു. പ്രവാസിയായി മസ്കത്തിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഒരു സഹോദരന്റെ വിവരം. ഈ വിവരം അറിഞ്ഞ ഉടനെ ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റ്, നമുക്കൊക്കെ അറിയാം, ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾക്ക് പ്രയാസമുണ്ടാവുമ്പോൾ അവരുടെ കണ്ണീരൊപ്പാൻ എന്നും മുന്നിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബിന്റെ പൊന്നോമന മകനാണ്
മസ്കറ്റ് KMCCയുടെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അദ്ദേഹം ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഈ പ്രയാസം നേരിട്ട ആളെ നേരിട്ട് വിളിക്കുകയും അദ്ദേഹത്തിന് നമുക്ക് ആ സമയത്ത് കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, പക്ഷേ നിങ്ങളെ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് 100% ചങ്കുറപ്പോടെ പറഞ്ഞ ഒരു സംഘടനയുടെ പേരാണ് മസ്കറ്റ് KMCC. അത് പറയുക മാത്രമല്ല, 6 മാസത്തെ ഗ്യാപ്പിൽ ഒരു വീട് നൗഫലിന് കൊടുക്കാമെന്നുള്ള ഒരാഗ്രഹവും പ്രിയപ്പെട്ട റയീസ് സാഹിബ് പങ്കുവെക്കുകയുണ്ടായി. ഈ നിർദ്ദേശം ഞങ്ങൾ പ്രിയപ്പെട്ട തങ്ങളെ അറിയിച്ചു. നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഭാഗ്യം ലഭിച്ച ഒരു വിഭാഗമാണ് നമ്മൾ. കാരണം തങ്ങളോട് പ്രിയപ്പെട്ട റയീസ് സാഹിബ് ചോദിച്ചു, ഞാനും കൂടെ ഇരിക്കുന്ന സമയത്ത്, തങ്ങളെ ഞങ്ങൾ ഒരു വീട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തങ്ങളെടുത്ത് ഉടനെ പറഞ്ഞത്, മസ്കത്തുമായി ബന്ധപ്പെട്ട പ്രവാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീട് കൊടുക്കാൻ ആദ്യം ശ്രമിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട നൗഫലിന് വീട് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകൊണ്ട് ഞങ്ങളൊക്കെ പ്രവാസികളാണ്. 1-2 ദിവസത്തിനൊക്കെ ഇവിടെ എത്തുന്ന ആളുകളാണ്. ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ ഈ ഒരു വെക്കേഷനൊക്കെ വരുന്ന ആൾ. ഇങ്ങനെ വയനാട്ടിൽ ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല. നമ്മൾ സ്വന്തം വീട് നമ്മൾ ഉണ്ടായിട്ട് തന്നെ എടുക്കാൻ പറ്റാത്തൊരു കാലത്ത് വയനാട്ടിലൊരു വീട് എടുക്കുക എന്നുള്ളത് അത്ര ഈസിയായ സംഗതിയല്ല. പക്ഷേ ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട നാസർക്ക എന്ന് പറയുന്ന, എവിടെയും പുറത്തു വരാൻ ആഗ്രഹിക്കാത്ത, പക്ഷേ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അർപ്പണ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന നാസർക്ക എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ വളരെ സ്നേഹത്തോടെ മസ്കറ്റ് KMCCക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ വയനാട് ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ അവർക്ക് കൂടെ നിന്ന് അവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഘടന അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ പോഷക സംഘടനകളും ഒക്കെ ഞങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായം ചെയ്തിട്ടുണ്ട്. അവരെയും ഈ സമയത്ത് സ്മരിക്കുകയാണ്. കൂടുതലായി ഞാൻ ഒന്നും പറയുന്നില്ല. എൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആമുഖം എന്നുള്ള നിലക്കും തുടങ്ങുക എന്നുള്ള നിലക്കുമാണ് കുറച്ച് കൂടുതൽ പറഞ്ഞു പോയത്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഈ പരിപാടിയിലെ മുഖ്യ അതിഥിയായി എത്തി പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഈ വീട് ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ മാസം 13-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ വയനാടിൻ്റെ ചുമതല പാണക്കാട്ട് തങ്ങൾ ആലോചിച്ചു, ആർക്കാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ചുമതല കൊടുക്കേണ്ടത്. ഏത് കാര്യത്തിനും ചങ്കുറപ്പോടെ എണീറ്റ് നിൽക്കാൻ കഴിവുള്ള PK ബഷീർ സാഹിബ് അല്ലാതെ വേറെ ആരാണ്? ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ വെറും വാക്കല്ല പറയുന്നത്. നമ്മളൊക്കെ ഞാൻ കൂടെ ഉണ്ടെന്ന് പലരും പറയാറുണ്ട്, പക്ഷെ ആവശ്യ സമയത്ത് ചിലപ്പോൾ കൂടെ ഉണ്ടാവില്ല. ഇതങ്ങനല്ല, കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു മനുഷ്യനാണ് PK ബഷീർ സാഹിബ്. ഞാൻ പറഞ്ഞു, ബഷീർ സാഹിബ് നമുക്കൊരു 13-ാം തീയതി നമുക്ക് വീട് കൊടുക്കാൻ പറ്റുമെന്നോ? അപ്പോൾ നമ്മളെ KMCCന്റെ നേതാക്കന്മാർ പറഞ്ഞത്, നിലമ്പൂർ ബൈ ഇലക്ഷൻ അല്ലേ, അപ്പോൾ എന്താ ചെയ്യുക, പ്രോട്ടോകോൾ ഉണ്ടാവില്ല. ഞാൻ ബഷീർ സാഹിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബഷീർ സാഹിബെ പറയാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, ഇങ്ങനെ നിലമ്പൂർ ഇലക്ഷൻ പ്രോട്ടോകോള്, ആർക്കടെ പ്രോട്ടോകോൾ, വീട് റെഡിയായോ, ചാവിയേറ്റ് പോവാ, ഞാൻ കൊടുത്തോളാം, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു നേതാവ് വേറെ ആരാ ഉള്ളത് നമുക്ക്? പ്രിയപ്പെട്ട ബഷീർ സാഹിബിനെ ഈ വേദിയിലേക്ക് നമുക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്തെവിടെയും പ്രയാസമുണ്ടാവുമ്പോൾ നമുക്കൊക്കെ കൈത്താങ്ങായിരുന്ന, നമ്മുടെ ഒരു താങ്ങും തണലുമായിരുന്ന പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബിൻ്റെ പൊന്നോമന പുത്രൻ റയീസ് അഹമ്മദ് സാഹിബ് നൗഫലിനെ അന്ന് വിളിച്ചു വാക്കു കൊടുക്കുകയും അതിനുശേഷം നൗഫലിനെ മസ്കത്തിൽ കൊണ്ടുപോയി നൗഫലിനെ ഓഫീസിലിരുത്തി കഴിയാവുന്ന എല്ലാം ചെയ്ത പ്രിയപ്പെട്ട മസ്കത്ത് KMCCയുടെ അഭിവന്ദനായ പ്രസിഡന്റ് റയീസ് അഹമ്മദ് സാഹിബിനെ നമുക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കാരണം എല്ലാവരും നേതാക്കന്മാരാണ്. വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെയും ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും പോഷക സംഘടനകളുടെയും എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരി നമ്മളൊരു വീട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രവാസികളായ ആളുകൾ ഇതിലുണ്ടാവും, കൂടുതലൊക്കെ പ്രവാസികളല്ലാത്തവരും ഉണ്ടാവും. ആരും ചിന്തിക്കരുത്, 1 കോടി ഉറുപ്യ കൊടുത്ത ആ കൂട്ടത്തിൽ, അത് സഹായിച്ച ആളുകളുടെ കൂട്ടത്തിൽ
ഇങ്ങനെ വീട് കൊടുക്കുമ്പോൾ സ്വന്തമായി ഒരു വീടില്ലാത്തവരും അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മറക്കരുത്. കാരണം അത്തരം ആളുകളെ നമ്മളെല്ലാവരും സ്നേഹത്തോടെ നിങ്ങൾ സ്മരിക്കണം. സ്വന്തമായി വീടില്ലാത്ത അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് സഹായത്തിന് ചെല്ലുമ്പോൾ വീടുണ്ടോ, കുട്ടികളെ കെട്ടിക്കേണ്ട കാര്യമൊക്കെ പറയുമ്പോൾ പൈസ എടുത്തു തരുന്ന ആളുകളൊക്കെ പലരും അങ്ങനെയാണ്. എൻ്റെ മസ്കത്തിലുള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കളായ KMCC-ക്കാരെയും അല്ലാത്തവരെയും ഈ സമയത്ത് സ്മരിക്കുന്നതോടൊപ്പം നിങ്ങൾക്കറിയോ, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മസ്കത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള KMCC എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നില്ല, നിങ്ങളെ സ്നേഹത്തോടെ സ്മരിക്കുകയാണ്. കാരണം നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീടുണ്ടാവില്ല, അങ്ങനെ ഒരു സംഘടന ഉണ്ടാവില്ല. നിങ്ങളുടെ അകമഴിഞ്ഞ സഹായമാണ്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മസ്കത്ത് KMCC-യുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വലതുഭാഗത്തിൻ്റെ സഹോദരിമാരിയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഈ സംഘടനക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും നമ്മുടെ ഈ കൂട്ടായ്മക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ കൂടിയ ഈ നാട്ടുകാരായ നല്ലവരായ എല്ലാ നാട്ടുകാരെയും സഹോദരന്മാരെയും ആരെയും പേരെടുത്ത് പറയുന്നില്ല, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുമ്പോൾ നമുക്ക് സഹായിക്കേണ്ട പല ആളുകളുണ്ട്. അവരൊക്കെ കണ്ണടക്കുമ്പോൾ ആ കണ്ണടക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് ഒരു മൈക്കുമായി ചെന്ന് നിങ്ങൾ എന്താടാ കണ്ണടക്കുന്നതെന്ന് ചോദിക്കുന്ന മീഡിയ ഉണ്ട്. ആ മീഡിയയുടെ ചർമ്മം ചെറുതല്ല. മീഡിയ നമുക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ മീഡിയയെ വളരെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയപ്പെട്ട പ്രസിഡന്റ് റയീസ് അഹമ്മദിനെ ക്ഷണിച്ചുകൊണ്ട് നടത്തുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ വന്ന് വയനാട്ടിലെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ കാണുമ്പോൾ ഈ ഇത്രയും മനോഹരമായ എന്താ പറയുക, ഈ വെതറിലെ ഈ നല്ല തണുത്ത കാറ്റ്, ആ സ്നേഹത്തിൻ്റെ കാറ്റടിക്കുന്ന പോലെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും സ്നേഹം മാത്രമേ ഉള്ളൂ. ഇന്ന് സന്തോഷത്തിന് മടങ്ങ് കൂടുന്നതിന് കാരണം നമ്മളെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഒരു മകനെ പോലെ കാണുന്ന PK ബഷീർ സാഹിബ് ഇവിടെ ഉണ്ട് നമ്മളെ കൂടെ തന്നെ. അത് ഒരുപാട് സ്നേഹബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ ഡെപ്ത് എത്ര നോക്കിയാലും തീരില്ല. അൽഹംദുലില്ലാഹ് ബഷീർ സാഹിബിലൂടെ വന്നതിന് വളരെ വളരെ സന്തോഷമുണ്ട് ബഷീർ സാഹിബ്. പിന്നെ നമ്മളെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ് വയനാട് ജില്ലയിലെ. ഞങ്ങൾ എന്തൊരു കാര്യം ചോദിച്ചാലും, ഞങ്ങൾ എന്തൊരു കാര്യത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാലും ഹൃദയം തുറന്ന് നമ്മളെ സഹായിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് വയനാട്ടിലെ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് അടുത്തെല്ലാം എൻ്റെ KMCC നന്ദി അറിയിക്കുകയാണ്. നമ്മൾ റഹീം പറഞ്ഞ മാതിരി പ്രത്യേകിച്ചിട്ട് വയനാട്ടിൽ കുറച്ച് കൊല്ലങ്ങളിൽ 2 വലിയ മഹാസംഭവങ്ങളുണ്ടായി. ആദ്യത്തെ സംഭവം നടന്ന പിറ്റേ 2-3 ദിവസം കൊണ്ട് തന്നെ മജീദ് സാഹിബ് ഇവരൊക്കെ ഇവിടെയൊക്കെ വരാൻ പറ്റിയിരുന്നു. വന്ന് കണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി നമുക്ക് പറ്റാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു വളരെ വലിയ ദുരന്തം വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എന്താക്കുമെന്ന് ആലോചിച്ച് നമ്മൾ വളരെ ദൂരെയാണ്. നമ്മളെ മസ്കത്തിലും അവിടെയൊക്കെ ഇരുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടൊന്നും ഒത്തുപിടിയും കിട്ടുന്നില്ലായിരുന്നു. മനസ്സിനൊരു എന്താ പറയുക, എന്താ സംഭവിക്കുന്നത് എന്നറിയുന്നില്ല. അപ്പോൾ ഓരോരോ കുടുംബത്തിലും ആൾക്കാരെ നഷ്ടപ്പെടുമ്പോൾ അതും കണ്ണ് അടച്ച് തുറക്കുമ്പോഴാണ് ഈ നഷ്ടങ്ങൾ വരുന്നത്. ചിലതിൽ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 10, 11, 12 പേര് ഓരോ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന സമയത്ത് ആ വേദന ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ചെറിയ വീടാവോ അല്ലെ ചെറിയ എന്തെങ്കിലും സഹായങ്ങളല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എനിവേ, വയനാട്ടിലെ ആൾക്കാരുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സലിയാണ്.
ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അതിലൊരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മസ്കത്ത് KMCക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് 10-15,000-ഓളം മെമ്പർമാരുണ്ട്. ഈ മെമ്പർമാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും പോയി അതിൽ ഇന്ന് നമ്മളിവിടെ ചെയ്ത വയനാട് ചെയ്ത സഹായത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 15,000 വരുന്ന എല്ലാ KMCCയിലെ മെമ്പർമാരുടെയും പോക്കറ്റിലുള്ള ഒരു ചെറിയ പൈസയെങ്കിലും അതിൽ വന്നിട്ടുണ്ട്. അതിൽ റഹീം പറഞ്ഞ മാതിരി ആ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർക്ക് വീടില്ല, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മളെ കയ്യിൽ കുറച്ചൊരു കാശുണ്ടാകുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന, നമ്മളെ കൊടുക്കാൻ പറ്റുന്ന ചില്ലറ കാശ് കൊടുത്താണ് നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. ഇത് പറയുമ്പോൾ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഞാനത് പറയേണ്ടതാണെന്ന് തോന്നുന്നു. നമ്മളെ കോവിഡ് കാലത്ത് നമ്മൾ മസ്കത്തിൽ നിന്ന് റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റ്സ് ഒക്കെ അയക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ 10-25 ഫ്ലൈറ്റ് നമ്മൾ അയച്ചു. ആ സമയത്ത് ഒരു ദിവസം നമ്മളെ ഫ്ലൈറ്റിൽ എല്ലാവരെയും പാസഞ്ചേഴ്സൊക്കെ കയറി കഴിഞ്ഞ് ലാസ്റ്റിൽ ഒരു 3-4 ആൾ മാത്രമേ ബാക്കിയുള്ളൂ ടിക്കറ്റ് കൊടുത്ത് അകത്ത് കയറാനിരിക്കുന്ന സമയത്ത് കോഴിക്കോട് അടുത്തുള്ള ഒരു സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചിരിക്കാണ്, ചിതക്ക് തീ കൊളുത്താൻ എനിക്ക് എത്തണം, ഞാൻ മാത്രമുള്ള ഒരു മകൻ, ഞാൻ എന്താക്കും എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പം ഞാനും റഹീമും അവിടെ ഇരിക്കുകയായിരുന്നു. ആ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ KMCCയുടെ ഒരു പ്രവർത്തകൻ, അദ്ദേഹം കുറേ മാസങ്ങൾ കൂടിയിട്ട് നാട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. കാരണം ഒരു ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്ത് നാട്ടിലെത്തിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി ഓപ്പറേറ്റ് ചെയ്യണം എന്ന് ഇരിക്കുന്ന ആ സഹോദരൻ ഇത് കേട്ടിട്ട് വന്നിട്ട് പറഞ്ഞേ, എൻ്റെ സീറ്റ് ഈ ചെറുപ്പക്കാരന് കൊടുക്കട്ടെ, കാരണം അവസാനം നോക്ക് ആ ചെറുപ്പക്കാരൻ്റെ അമ്മയെ കാണാനും ചിതക്ക് തീ കൊളുത്താനും ഉള്ളൊരു സന്ദർഭം ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ആ സഹോദരൻ മാറി നിന്നു. ഇതാണ് KMCC. 15,000-ഓളം ആൾക്കാരും ഇതേപോലെ മനസ്സ് ഉള്ളിൽ തട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് ഈ താക്കോല് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ബഷീർ സാഹിബിനാണ്. ബഷീർ സാഹിബ് മുന്നിൽ നിന്ന് ചെയ്യുന്ന നമ്മൾ ആദ്യത്തെ പ്രോജക്റ്റാണ് അല്ലേ ബഷീർ സാഹിബ്? നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ സംഘടനയും കൊടുത്ത് നമ്മളൊരു ആദ്യത്തെ ഒരു വയനാട്ടിലെ പ്രോജക്റ്റ് നമ്മൾ തന്നെ ചെയ്ത് തീർത്തു കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അതിന് നമ്മൾ സന്തോഷമുണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമുക്ക് മസ്കത്തിൽ നിന്നിട്ട് ചെയ്യാനൊന്നും പറ്റൂല. നമുക്ക് നമ്മളെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ MT അബൂബക്കർ സാഹിബ്, നമ്മളെ MT എന്നാ പറയാം, അദ്ദേഹമാണ് നമ്മളെ KMCCൻ്റെ കാരണവറാണ്. നമ്മളെന്തെങ്കിലും ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഉറക്കും ഊണും ഒന്നും ഇല്ലാതെ പോയി ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയൂ, അത് ചെയ്തിട്ടുണ്ട് അന്ന് പറഞ്ഞാൽ മാത്രം മനസ്സിലാൻ വരുന്നതാണ് MT ആണ് ഇതിന് ചുക്കാൻ പിടിച്ച് എല്ലാം ചെയ്ത് നമ്മളെ സൈഡിൽ നിന്ന്. പക്ഷെ നമ്മൾ ഇത്രയും ദൂരെ നിന്ന് നമുക്ക് ഇവിടെ ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ഒരുപാട് ആളെ സഹായിക്കണം. അതിൽ വയനാട്ടിലെ മുസ്ലിം ലീഗിന് എത്രത്തോളം നന്ദി പറഞ്ഞാലും പറയാൻ പറ്റില്ല. അതിൽ നിങ്ങൾ തന്നിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമുക്ക്, നാസർക്ക് ആ മുന്നിൽ നിന്ന് എവിടെയല്ലേ അദ്ദേഹം മുന്നിൽ നിന്ന് 5.5 മാസം അല്ലേ, 5 മാസം കൊണ്ട് തുടങ്ങിയ അന്ന് മുതൽ 5 മാസം കൊണ്ട് ഒരു വീടെടുത്ത് തരാൻ പറ്റിയതിന് ഒരൊറ്റ ഉത്തരവാദി നാസർക്കും മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ എല്ലായിടത്തും പറയുന്നത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാണ്. നിങ്ങൾ ഇത്രയും മനോഹരമായ ഇത്രയും എളുപ്പമാക്കി തന്നതിന് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യാൻ.
അത്രയും ഞങ്ങൾ വിചാരിച്ച് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള പ്രോജക്റ്റാണ്. പക്ഷെ വളരെ എളുപ്പത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യാൻ ചെയ്തതിന് നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിനായിട്ട് നന്ദി പറയുന്നു. ഇൻഷാ അല്ലാഹ് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിന്. എല്ലാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിൽ കുറേ സന്തോഷങ്ങൾ വരാറുണ്ട്. ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം ഇന്ന്. പിന്നെ വയനാടിനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. എൻ്റെ ഉപ്പാക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാജ്യമാണ്, ഒരു സ്ഥലമാണ് വയനാട്. ഞാൻ ഉപ്പാൻ്റെ കൂടെ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരി, മാനന്തവാടി, ഈ ഇവിടെ മേപ്പാടി എല്ലായിടത്തും വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പാൻ്റെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉപ്പ ഇവിടെ വരുന്നത് ഇപ്പോൾ ഒരു പ്രത്യേക സന്തോഷത്തിലാണ് ഇവിടെ വരാറ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടിയിട്ടേ പോകാറുള്ളൂ. രാവിലെ വന്ന് വൈകുന്നേരം പോകാറുണ്ട്. എന്നാലും എപ്പോഴും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലാണ് ഇവിടെ വരാറ് പോകാറുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കാണാൻ പറ്റി. ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് സ്തുതിയാണ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം സാലഹ അമലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇനിയും നിങ്ങൾ നല്ല നല്ല സന്ദർഭങ്ങളിൽ വന്ന് കാണാനും നമ്മളെ കൂടെ ഇരുന്ന് കുറച്ച് സമയം ചെലവഴിക്കണം അള്ളാഹു ആവതാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യോഗത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് പി കെ ബഷീർ സാഹിബ് MLA ആണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബ സുഹൃത്തുമായ മസ്കറ്റ് KMCCയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട റയീസ്, ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട റഹീം, മസ്കറ്റ് KMCCയുടെ ഭാരവാഹികൾ, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട KK അഹമ്മദായി സാഹിബ് അടക്കമുള്ള വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ, കൽപ്പറ്റ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മേപ്പാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മേപ്പാടി പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ്, വേദിയിൽ നിൽക്കുന്ന കാരണന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വളരെ നല്ല ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് അതിൻ്റെ തുടക്കം കുറിച്ച് അത് ഇന്ന് അതൊരു ഫലപ്രാപ്തിയായി ുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളോട് നിൽക്കുന്നത്. നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ച് മസ്കറ്റിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നൗഫൽ, നമ്മളെല്ലാം വളരെയധികം ദുഃഖത്തിലാക്കിയ ജൂൺ 30 വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, ആ ദുരന്തത്തെ വിറ്റവരടക്കം 11 ആളുകൾ അദ്ദേഹത്തിന് ഭാര്യ അടക്കം, മക്കളടക്കം, അടക്കം എല്ലാവരും നഷ്ടപ്പെട്ടു. ആ കുടുംബത്തിനെ സഹായിക്കാനും ഒരു കൈത്താങ്ങാകുവാനും മസ്കറ്റ് KMCC തീരുമാനിച്ചു. മുസ്ലിം ലീഗ് പാർട്ടി ബഹുമാനപ്പെട്ട പാണക്കാട് ചെയ്ത് മുഹമ്മദ് ഷിഹാബ് തങ്ങളും പ്രിയപ്പെട്ട കുഞ്ഞായിട്ട് സാഹിബും ഒക്കെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയൊക്കെ മുൻകൈയെടുത്ത് വയനാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം പാർട്ടി ഒരു പുനരധിവാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അതിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള KMCCക്കാരും നല്ലവരായ ആളുകളും അതുപോലെ നാട്ടിലെ ആളുകളൊക്കെ പാർട്ടിയെ ഫണ്ട് സ്വരൂപിക്കുന്നതിൽ സഹായിച്ചു. അതിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് പാർട്ടി 105 ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അത് വയനാട് പ്രിയപ്പെട്ട കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൻ്റെ MLA, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സിദ്ദീഖ് MLA ഈ വേദിയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം. അങ്ങനെ ഇവിടെ റഹീം സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മസ്കറ്റ് KMCCക്ക് ഈ സംരംഭമായി പാർട്ടിയുമായി സഹകരിക്കുകയും പാർട്ടിക്ക് ആവശ്യമായ ഫണ്ടൊക്കെ അവിടെ സ്വരൂപിക്കുന്നതിന് മുൻകൈ എടുക്കുകയും ചെയ്തു. അവിടെ നിങ്ങളുടെ സഹപ്രവർത്തകന് ഒരു വീടുണ്ടാക്കുന്നതിന് വേണ്ടി അത് മസ്കറ്റ് KMCC തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് തങ്ങൾ അങ്ങനെ പറഞ്ഞത്. സ്വന്തമായി മസ്കറ്റ് KMCC സ്ഥലം വാങ്ങി നൗഫലിന് നല്ലൊരു വീട് 32 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ഒരു വീട് 6 മാസം കൊണ്ട് പണി പൂർത്തീകരിച്ച് ഇന്ന് അതിൻ്റെ താക്കോൽ ദാനം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട MT അബൂബക്കർ സാഹിബ് പിന്നെ ഒരു കാര്യമായിട്ട് ഏറ്റെടുത്താൽ പിന്നെ അതിൻ്റെ പിന്നാലെ അത് ഉണ്ടാവും. അതുകൊണ്ടാണ് MT മുന്നിക്കുന്നതുകൊണ്ടാണ് അത് 6 മാസം കൊണ്ട് പൂർത്തീകരിച്ച്. എനിക്ക് നന്നായി അറിയാം. മറ്റേ നിങ്ങളൊക്കെ അവിടെ നിൽക്കല്ലേ. ഇനി 2 പ്രാവശ്യം ഇതിന് ഡേറ്റ് പറഞ്ഞിനി. ഒന്ന് മെയ് ലാസ്റ്റിൽ, ജൂണിൽ ഒന്നാക്കുകയാണ് റെയിം. പിന്നെ പണി തീർന്നില്ലാണ്. പിന്നെ ജൂൺ 13 പറഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു, ഞാൻ വരാണ്, നിലമ്പൂർ ഇലക്ഷനാണ്, എന്നാലും പ്രശ്നമല്ലാന്ന് പറഞ്ഞു. പിന്നെ ഒന്നുകൂടി സമയം മാറ്റി.
ഏതായാലും മസ്കറ്റ് KMCC ഇങ്ങനെ ഒരു പ്രവർത്തനം മുൻകൈ എടുത്ത് അത് പൂർത്തീകരിച്ചതിൽ ഇതുമായി സഹകരിച്ച മസ്കറ്റ് KMCC നേതാക്കന്മാരെയും അതിന് ഭാരവാഹികളെയും എല്ലാവരെയും ഞാൻ പാർട്ടിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രൊജക്റ്റ്, മുസ്ലിം ലീഗ് പാർട്ടി ഈ പണം സ്വരൂപിച്ചത് വയനാടിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ഫണ്ട് സ്വരൂപിച്ചത്. അപ്പോൾ പാർട്ടിക്ക് അതൊരു പ്രഖ്യാപിത ലക്ഷ്യം. ആ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് വെച്ചാൽ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, അവർക്ക് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അന്ന് പാർട്ടി നേതൃത്വം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സാദിഖ് തങ്ങളും കുഞ്ഞാഴ്ച സാഹിബും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാമാക്കി അടക്കം വയനാട്ടിൽ ഞങ്ങളൊക്കെ തീരുമാനിച്ചത് ദുരിത ബാധിതർക്ക് ആണ് വീട് വെച്ചു കൊടുക്കുക. അത് സർക്കാർ ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ 105 ആളുകളെ സെലക്ട് ചെയ്തു. കണ്ണായ സ്ഥലം 5 ആളുകളിൽ നിന്നും 11 ചില്ലാനം ഏക്കർ സ്ഥലം നല്ല വിലക്ക്, 1 ലക്ഷം റുപ്യേൻ്റെ സ്ഥലമുണ്ട്. എല്ലാം അതേ വിലക്ക് തന്നെ, അത് എടുത്ത വിലക്ക് തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി, അതിൻ്റെ പോക്കുവരവ് നടത്തി, കൈവശ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി, അതിൻ്റെ നടപടിക്രമമാണ് പൂർത്തിയായി. പിന്നെ വയനാട്ടിലെ കാലാവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ് 2 ആഴ്ച മുമ്പ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ 105 വീടിൻ്റെ പ്രവൃത്തി ആരംഭിക്കും എന്നുകൂടി സാന്ദർഭികമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഗവൺമെൻറ് വീടുണ്ടാക്കണേ, നമ്മൾ ഗവൺമെൻറ്റിന് സഹകരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. സഹകരിക്കുന്നതാണ് ഗവൺമെൻറ് എല്ലാ നടപടി സഹകരിക്കും. ഗവൺമെൻറ് ഇവിടെ തർക്കമിടുമ്പോൾ പ്രിയങ്ക ഗാന്ധി നമ്മൾ MP ആയിരുന്നു, അവരാ പരിപാടി പോയി. പ്രിയപ്പെട്ട സിദ്ദീഖ് MLA ഉണ്ട്, അദ്ദേഹം പരിപാടിക്ക് മുസ്ലിം ലീഗിൻ്റെ അസംബ്ലി പാർട്ടിയിലിട്ട് കുഞ്ഞായിട്ട് സാഹിബ് പോയി. ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ സഹായിക്കും. പിന്നെ ഒരു പാർട്ടി ഫണ്ട് സ്വരൂപിച്ചാൽ ആ പാർട്ടിയിൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതിനെല്ലാം മനുഷ്യന്മാരെ നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ. അപ്പോൾ നമ്മൾ അത് അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണ്ടേ. അത് ഗവൺമെൻറ് ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ എടുത്തിട്ടുള്ളൂ. മറ്റു കാര്യങ്ങൾക്കൊന്നും ഞാൻ ഇപ്പം പോകുന്നില്ല, മറുപടി പറയുന്നില്ല. അത് വരുന്ന സമയത്താണെങ്കിൽ അങ്ങനെ MSB നമുക്ക് അപ്പം പറയാം ആ കാര്യങ്ങളെ സംബന്ധിച്ചോ. അത് നേർക്കുനേരം പറയുമ്പോൾ അതിനൊരു രസം കിട്ടുള്ളൂ, അല്ലാതെ ഒരു കാര്യം കിട്ടില്ല. ഇതേ സിദ്ദീഖ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ മുസ്ലിം ലീഗ് പാർട്ടി ഈ വയനാട് ദുരന്തത്തിലുണ്ടായിരുന്ന 600 ചില്ലാനം ആളുകൾക്ക് 691 ആളുകൾക്ക് 15,000 റുപ്യ സർക്കാർ 10,000 റുപ്യ ചെക്കാ കൊടുത്ത് നമ്മൾ 15,000 റുപ്യ ആ ദുരിതബാധിതർക്ക് താൽക്കാലിക ആശ്വാസങ്ങൾക്ക് കയ്യിൽ പൈസ കൊടുത്തു. ഇവിടെ വെച്ചിട്ടാണ് കൊടുത്തത്. ഈ സ്റ്റേജ് അവിടെയായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് കൊടുത്തു 15,000. 50,000 റുപ്യ 54 കച്ചവടക്കാർക്ക്. വ്യാപാരി വ്യവസായി കമ്മിറ്റി ഒരു കണക്ക് വന്നു. പക്ഷെ നമ്മൾ അതിന് പുറമെ മക്കാരി കച്ചവടം ചെയ്തവർ, അതുപോലെ തന്നെ അറവുശാല ഉണ്ടായവർക്ക്, ടൈലർ ഷാപ്പ് ഉണ്ടായവർക്ക്, എല്ലാ ചെറുകിട കച്ചവടക്കാർക്കടക്കം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ദുരിതബാധിതരായ കച്ചവടക്കാർക്ക് ആരും പൈസ കൊടുത്തില്ല. മുസ്ലിം ലീഗ് പാർട്ടി 50,000 റുപ്യ വീതം കൊടുത്തു. 50,000 റുപ്യ അത് ക്യാഷായിട്ട് നമ്മൾ കൊടുത്തു. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി. അതൊക്കെ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയതാണ്. പിന്നെ നമ്മൾ സ്ഥലമൊക്കെ എടുത്തു. സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിന് നടപടിക്രമമുണ്ടല്ലോ. ആ നടപടിക്രമം പാർട്ടി സുതാര്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളും ജനുവരിക്ക് വീടിൻ്റെ പണിയൊക്കെ പൂർത്തീകരിക്കും. നമ്മളും അതിൻ്റെ ഒരു 6 മാസം കൊണ്ട് ഒക്കെ അതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിക്കും. അതിനൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ മുസ്ലിം ലീഗ് പാർട്ടിക്കും ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ബന്ധുക്കളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാവില്ലേ. KMCCക്ക് 6 മാസം കൊണ്ട് പൂർത്തീകരിച്ചിട്ടാണ് ലീഗിൻ്റെ അതിനുണ്ടാവുമല്ലോ, ഉറപ്പല്ലേ. അത് പ്രശ്നമല്ല. അതൊക്കെ നടക്കും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ നമുക്ക് അങ്ങനത്തെ സാങ്കേതികത്വങ്ങളോ ഒന്നുമില്ല. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. അത് മുസ്ലിം ലീഗിൻ്റെ നല്ല ഇതുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ചെയ്യാൻ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിദ്ദീഖ് പറയും. ഇനിയിപ്പോൾ ഞാൻ ആ കാര്യത്തിൽ ഇടപെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ നിലക്കും വയനാട്ടിലെ ആളുകളെ ചേർത്ത് പിടിക്കാൻ കേരളത്തിലെ പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യ ബോധമുള്ളവരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നവരൊക്കെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സംഘടനകൾ വീടുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് സംഘടനകൾ ചെറിയ ഓരോ 10 വീട്, 15 വീട്, 20 വീട് വ്യക്തികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ നടക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾ ഇതിന് മുൻകൈ എടുത്ത് ഇത് വളരെ ഭംഗിയാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ് ഞാൻ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരുപാട് മസ്കറ്റിലെ പഴയ മസ്കറ്റ് KMCCൻ്റെ ഭാരവാഹികൾ ആ പ്രസ്ഥാനം അവിടെ കെട്ടിപ്പടുക്കുന്നതിന് മുൻനിരയിൽ നിന്ന ആളുകൾ, ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് മുഖങ്ങളെ ഞാൻ തന്നെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഈ കൂട്ടായ്മയോട് കൂടി 15,000-ഓളം ആളുകൾ മസ്കറ്റിൽ KMCCക്ക് അംഗങ്ങളായിട്ടുണ്ടെന്നുള്ളത് പ്രസിഡന്റും സെക്രട്ടറിയും ഇവിടെ സൂചിപ്പിച്ചു. അപ്പം സംഘടന പറഞ്ഞു എല്ലാവരും ഒരു സംഘടനയിലുണ്ടാവണം. എല്ലാവരും ഈ KMCC ആയിട്ട് ബന്ധപ്പെടണം. എപ്പോഴാണ് മനുഷ്യന് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു
പദ്ധതി ഉണ്ടാകുമ്പോൾ അതിനൊരു മെമ്പർഷിപ്പ് എടുക്കാൻ എല്ലാവർക്കും വേണ്ടിക്കാനും എന്തെങ്കിലും ദുരന്തോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളോട് വിളിക്കും, ഓൻ്റെ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല അല്ലെങ്കിൽ അവൻ്റെ കാർഡ് പുതുക്കിയിട്ടില്ല. അതിനെല്ലാവരും ആലോചിച്ചു പുതുക്കാനല്ല, നിങ്ങൾ മടിച്ചിട്ടാണ്, അത് അപ്പോൾ അത് പുതുക്കിയാൽ മതി. കാരണം ഒന്നില്ലെങ്കിൽ എന്നെക്കൊണ്ട് എനിക്കല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപകാരം കിട്ടുമെന്ന് തോന്നിയാൽ മതി. ഞാൻ ഈ സുരക്ഷാ ഫണ്ടായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പല ആൾക്കാരും ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. അപ്പൊ എല്ലാവരും കൂട്ടായി പോയി ഒരു സംഘടന ഉണ്ടെങ്കിൽ നമുക്ക് അന്യരാജ്യത്താണ്, അതുപോലെ നാട്ടിലും അന്യരാജ്യത്തൊക്കെ എന്തെങ്കിലും പ്രയാസം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വളരെയധികം നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഒരു ആശ്വാസം. വയനാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദാണ് ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നിരുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ നിലക്കും ഒരു സംഘടന ഉണ്ടാകണം. സംഘടന ശക്തിപ്പെടുത്തി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതിന്റെ മഹത്തായ പാരമ്പര്യമുള്ള അമ്മസാഹിന്റെ മകൻ റയീസ് ആണ് സംഘടനയുടെ സാരഥി. എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുമായി സഹകരിച്ച എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി ഇതിന് ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്ഥലം MLA-യും UDF-ൻ്റെ പ്രമുഖ നേതാവുമായ ടി സിദ്ദീഖ് MLA അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, KMCC മസ്കറ്റ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെന്റിലും വിദേശകാര്യ മേഖലകളിലും രാജ്യത്തിൻ്റെ അഭിമാനവും അസ്തിത്വവും ഉയർത്തിപ്പിടിക്കാൻ അവശത അനുഭവിക്കുന്ന എല്ലാവിധ ജനങ്ങളുടെയും വിശിഷ്യ രാജ്യത്തെ ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളൊക്കെ പ്രയാസം അനുഭവിക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ യാത്ര ചെയ്ത് അവരെ നേരിൽ കണ്ട് അവരെ ചേർത്ത് നിർത്താൻ നേതൃത്വം കൊടുത്ത ഈ രാജ്യത്തിനും ഈ സംസ്ഥാനത്തിനും ഒരിക്കലും മറക്കാൻ കഴിയാത്തതായ രാഷ്ട്രീയ നാമധേയമായ പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബിൻ്റെ പ്രിയപ്പെട്ട മകൻ പ്രിയപ്പെട്ട റയീസ് അഹമ്മദ് അവർകൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഈ സന്തോഷകരവും ആശ്വാസകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ ഈ പരിപാടിയുടെ ധന്യമാക്കപ്പെട്ട ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കേരള അസംബ്ലിയിൽ അതിമനോഹരമായിട്ടുള്ള പ്രസംഗം കൊണ്ടും ഇടപെടൽ കൊണ്ടും സൗഹൃദം കൊണ്ടും ആകാര ഭംഗി കൊണ്ടും എല്ലാം വിശിഷ്ടനായിട്ടുള്ള പ്രിയപ്പെട്ട ബഷീർ സാഹിബ്, ഏറെ ബഹുമാന്യനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ വയനാട് ജില്ലയിലെ അമരക്കാരൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട ജില്ലാ അധ്യക്ഷൻ KK അഹമ്മദ് ഹാജി അവർകൾ, ജനറൽ സെക്രട്ടറി T മുഹമ്മദ് ക, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, UDF-ന്റെ കൽപ്പന നിയോജകമണ്ഡലം ചെയർമാൻ ശ്രീ എംസക്ക, ബഹുമാന്യനായ P അബൂബക്കർ സാഹിബ്, പ്രിയപ്പെട്ട PTK ഷമീർ, പ്രിയപ്പെട്ട മുഹമ്മദ് പന്തിപ്പൊയിൽ, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ ഈ ജില്ലയിലെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, നിയോജകമണ്ഡലത്തിലെ നേതാക്കൾ, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ശ്രീ നജീബ് ഉൾപ്പെടെ, അഷ്റഫ് ഉൾപ്പെടെ, ഏറെ പ്രിയപ്പെട്ട സലീം മേമൻ ഉൾപ്പെടെ സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കൾ, ദീർഘമായ ഒരു സംസാരത്തിലേക്ക് കടന്നു പോകേണ്ട ആവശ്യകതയില്ല. വളരെ മനോഹരമായ സംസാരത്തിലൂടെ ബഷീർ സാഹിബ് ഈ വലിയ ഉദ്യമം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഒരു വലിയ ദുരന്തം നടന്ന് ഒരു വർഷം ആകാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക. ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ബാബു ഇവിടെയുണ്ട്. ഗ്രാമപഞ്ചായത്തെ ചേർന്ന് അവർ ജൂലൈ 30-ാം തീയതി എല്ലാവരെയും ചേർത്ത് നിർത്തി, സർവകക്ഷിയെയും പഞ്ചായത്ത് ഭരണസമിതിയും പൊതുസമൂഹത്തെയും ഒക്കെ ചേർത്ത് നിർത്തി ജൂലൈ 30-ാം തീയതി ഈ വളരെ വിഷമകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഈ മുഹൂർത്തം ഒരു വർഷമാകുമ്പോൾ അതിൻ്റെ വാർഷിക ദിവസത്തിൽ
പ്രാർത്ഥനകളോടുകൂടി അത് ആചരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും. ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം വലിയ പ്രയാസങ്ങളും വേദനകളും ഇന്നും വിവിധ മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഓരോ തലങ്ങളിൽ, ഓരോ ഇടങ്ങളിൽ ജീവനോപാധിയുടെ കാര്യത്തിൽ ഒരു വർഷമാകുമ്പോഴും ഭവനങ്ങൾ കൈമാറാൻ സർക്കാരിന് പോലും സാധിക്കാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പരിക്കേറ്റവരുടെയും ചികിത്സിക്കാൻ വരുന്നവരുടെയും അപേക്ഷകൾ യഥാസമയം തീർപ്പ് കൽപ്പിക്കാതെ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടും അത് പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന പ്രത്യേകമായ സാഹചര്യങ്ങൾ, ഓരോ മാസം കൊടുത്തു തീർക്കേണ്ടതായിരിക്കുന്ന ജീവനോപാധിയും വാടകയും കൃത്യതയോടുകൂടി കൊടുക്കാൻ കഴിയാത്തതായ സാഹചര്യം, നിരവധിയായ പ്രശ്നങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായ ജനങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു മുന്നോട്ട് പോവാൻ. അവിടെയാണ് ബഷീർ സാഹിബ് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ സംഘടനകളും സന്നദ്ധ സംഘടനകളും ഏറ്റെടുത്ത വലിയ ദൗത്യം. അവർ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. മുണ്ടകൈ ചൂരൽമല ദുരന്തത്തിൽ ആശ്വാസത്തിന്റെ ആദ്യത്തെ കൈ തന്ന സംഘടനയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മഹത്തായ സംഘടന. ഞാൻ അസംബ്ലിയിൽ വളരെ വൈകാരികതയോടുകൂടിയാണ് ആ കാര്യം പറഞ്ഞത്. ചിലർ എണ്ണം തിട്ടപ്പെടുത്തുമ്പോൾ അവരുടെ അക്കൗണ്ടുകൾ തേടിപ്പിടിക്കാൻ, ദുരന്തബാധിതരുടെ അക്കൗണ്ടുകൾ തേടിപ്പിടിക്കാൻ ശ്രമം നടത്തുമ്പോൾ അവരുടെ കൈകളിലേക്ക് ഇവിടെ വിളിച്ചു വരുത്തി 15,000 രൂപ ആദ്യത്തെ ആശ്വാസ ധനം കൊടുത്തത് ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. വ്യാപാരികൾ ഉൾപ്പെടെ, വാഹനം നഷ്ടപ്പെട്ടവരുൾപ്പെടെ ഏതെല്ലാം മേഖലകളിൽ ആശ്വാസത്തിന്റെ കരങ്ങൾ നീട്ടേണ്ടതുണ്ടോ ആ മേഖലകളിൽ മുഴുവൻ നീട്ടാൻ നേതൃത്വം കൊടുത്ത സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. വൈറ്റ് ഗാർഡ് അതിൽ നടത്തിയ നിസ്തുലവും നിർലോഭവുമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള അവരുടെ ഇടപെടൽ, മരണമടഞ്ഞതായിരിക്കുന്ന ഒരു ചെറിയ വിരലാണെങ്കിലും ശരീരഭാഗമാണെങ്കിലും ഒരു മയ്യത്താണെങ്കിലും അതിന് വലിയ ഉത്തരവാദിത്വത്തോടു കൂടി എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം വരെ ഒരു ദിവസം പുലർച്ചെ 3 മണി വരെ നമ്മൾ ഇരുന്ന സന്ദർഭമുണ്ടായിട്ടുണ്ട്. ആ സമയത്തും നാസർ, പഞ്ചായത്ത് മെമ്പർ നാസർ ഇവിടെയുണ്ട്. അതിനെ ചുമതലപ്പെട്ടതായിരുന്നു രാജു യജമാടിയും നാസർ. മുഴുവൻ സമയവും അവിടെ നിന്ന് വൈറ്റ് ഗാർഡിന്റെ സാന്നിധ്യം നമുക്ക് ചെറിയ ആശ്വാസമല്ല നമുക്ക് കിട്ടിയത്. അങ്ങനെ ഓരോ തലത്തിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന KMCC, ഇവൻ നൗഫൽ നമ്മുടെ ഒരു വല്ലാത്ത നോവാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. ഇന്ന് നോമ്പെടുത്തുകൊണ്ടാണ് നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. നൗഫലിന്റെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തതായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആശ്വാസത്തോടു കൂടി നൗഫലിന്റെ ജീവിതത്തിൽ നടത്താൻ പ്രാപ്തമാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ ദൗത്യം ഇവിടെ മസ്കറ്റ് KMCC ഇവിടെ നിർവഹിക്കുകയാണ് മനോഹരമായി. ഇതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തി ഏതുണ്ട്? ഇതിനേക്കാൾ വലിയ ധന്യമായിട്ടുള്ള പ്രവർത്തനം ഏതുണ്ട്? 32 ലക്ഷം രൂപ സമാഹരിച്ച് നൗഫൽ ആ വീട്ടിലേക്ക് കയറുമ്പോൾ ചൂരൽമലയിലെ മുണ്ടകയിലെ ജനങ്ങൾക്ക് നടക്കാൻ, അവർക്ക് ജീവിക്കാൻ KMCCയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ആത്മവിശ്വാസം പകരുകയാണ് ഈ വലിയ പ്രവർത്തനത്തിലൂടെ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. മുസ്ലിം ലീഗ് 105 വീടുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. മുഖ്യമന്ത്രിയുടെ വിമർശനം ഉണ്ടായി. ഞാൻ വിമർശനത്തിനൊന്നും മറുപടി പറയുന്നില്ല. പക്ഷേ ചെയ്യേണ്ടിയിരുന്ന കാര്യം ഓരോ സംഘടനകൾക്ക് സ്പെസിഫിക്കേഷൻ കൊടുത്ത് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് ആ ദുരന്തമുണ്ടായി ആദ്യത്തെ തവണ മീറ്റിംഗ് വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ
ഇന്ന് മുസ്ലിം ലീഗിന്റെ 105 വീട് ഉൾപ്പെടെ എല്ലാ സംഘടനകളുടെയും വീടുകൾ പൂർത്തീകരിച്ച് ഈ മുഴുവൻ ആളുകൾക്കും വീട് ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്ന് ഈ വിമർശിക്കുന്നവർ ആദ്യം ഓർക്കണം. ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടുകൂടി നിർവഹിക്കാതെ മുന്നോട്ട് പോയവർ ഇത് ഏതെങ്കിലും തലത്തിൽ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുക. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്ത പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇവിടെ വന്ന് അനൗൺസ് ചെയ്തതായിരിക്കുന്ന 100 വീടിന്റെ നിർമ്മാണ പ്രവർത്തനം, ആ നിർമ്മാണ പ്രവർത്തനം ഈ മാസം ആരംഭിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഈ ജനതയെ നമ്മൾ കൈവിടില്ല. ആത്മവിശ്വാസത്തോടു കൂടി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതെല്ലാം തലത്തിൽ ഇടപെടേണ്ടതുണ്ടോ ആ ഇടപെടേണ്ട പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നമ്മൾ നേതൃത്വം കൊടുക്കുക. അതിൽ ഒരിക്കൽ പോലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കാത്തത് ജനത്തിന് എവിടെ ആവശ്യമുണ്ടോ ആ ആവശ്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതിന്റെ പോഷക സംഘടനകളും കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ ദുരന്തബാധിത സമൂഹത്തിനും പൊതുസമൂഹത്തിനുമുള്ള വലിയ ആശ്വാസവും ആത്മവിശ്വാസവും. തീർച്ചയായും നൗഫലിന്റെ ജീവിതത്തിൽ ഈ മനോഹരമായിട്ടുള്ള സന്ദർഭം കൂടുതൽ സന്തോഷകരവും ആത്മവിശ്വാസ നിർഭരവുമായിട്ടുള്ള ജീവിതം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ, മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് മസ്കറ്റ് KMCCയുടെ ഈ വലിയ പ്രവർത്തനത്തെ ചേർത്ത് നിർത്തലിന്, വിവരണാതീതമായ ചേർത്ത് നിർത്തലിനെ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനം. ഈ വേദിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കാൻ വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അമരക്കാരൻ KK അഹമ്മദ് ഹാജി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുണ്ടക്കൈ ചുരന്മല സംഭവത്തിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ ഈ സംഭവവുമായി ഒരു നിലയ്ക്കല്ലെങ്കിൽ മറ്റു നിലക്ക് ബന്ധപ്പെടാൻ നിർബന്ധരായ ഒരു പാർട്ടിയുടെ വിനീതരായ പ്രവർത്തകന്മാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഈ ദൗർഭാഗ്യകരമായ വേദനാജനകമായ സംഭവത്തിന് ശേഷം ഒരുപക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ വാർഡ് കമ്മിറ്റി മുതൽ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കൾ വരെ ഈ സംഭവവുമായി ബന്ധപ്പെടുകയും ആ കാരുണ്യ പ്രവർത്തന രംഗത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ആലോചിക്കുവാനും സമയബദ്ധമായി കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകുവാനുള്ള ശ്രമകരമായ പരിപാടികളുമായിട്ട് ഇന്നും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മസ്കത്ത് KMCCയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാരുണ്യ രംഗത്ത് വലിയ സംഭാവനകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അർപ്പിച്ചിട്ടുള്ള ഒരു KMCCയുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് റയീസാജിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ഒരുപക്ഷെ മറ്റ് GCC കമ്മിറ്റികൾക്ക് കിട്ടാത്ത വലിയൊരു ഭാഗ്യം, ഒരു അനുഗ്രഹം മസ്കത്ത് KMCCക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ മുമ്പ് തന്നെ മസ്കത്ത് KMCCയുമായി ബന്ധപ്പെടുവാനും ഈ ജില്ലയിലെ തന്നെ പല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ദൗർഭാഗ്യമായ സംഭവത്തിന് ആ KMCCയുടെ അവരുടെ പ്രഖ്യാപിച്ചു 1 കോടി രൂപ ഈ മുസ്ലിം ലീഗിന്റെ ഫണ്ടിലേക്ക് നൽകിയിട്ടുണ്ട്. അതിന് പുറത്ത് ഒരു സ്വന്തമായ വ്യക്തിത്വം നിലനിർത്തണമെന്ന നിലക്ക് ഒരു വീട് നൗഫലിന് നിർമ്മിച്ചുകൊണ്ട് അന്ന് തന്നെ വാഗ്ദാനം ചെയ്ത ഒരുപക്ഷെ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് നൗഫലിന്റെ വീട് കൊടുക്കുന്ന ഒരു ചടങ്ങ് മാത്രമല്ല, ഒരുപക്ഷെ ഒരു കൊല്ലം പൂർത്തിയാകുന്ന ദൗർഭാഗ്യമായ സംഭവത്തിന്റെ ഒരു അയവിറക്കൽ കൂടി, ഒരു സ്മരണ പുതുക്കുന്ന പരിപാടി കൂടിയായിട്ട് ഒരുപക്ഷെ ഈ ചടങ്ങ് മാറിയിട്ടുണ്ട്. കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മളൊക്കെ അതുമായി ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റു നിലക്ക് പാർട്ടിയും പാർട്ടിയുടെ പോഷക സംഘടനകളും ഈ പ്രദേശത്തിന്റെ എല്ലാ ആളുകളും ഈ കാര്യത്തിൽ ഭാഗമായിക്കൊണ്ട് തന്നെ അവരോടൊപ്പമുണ്ട്. അവരുടെ ഏത് പ്രയാസങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ അവസരത്തിൽ, പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ അവർക്കുമായി ബന്ധപ്പെട്ട് അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ സാങ്കേതികമായ പല കാരണങ്ങളാൽ ഇപ്പോഴും പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്ന ആശങ്കയോടുകൂടി നിൽക്കുന്ന ഒട്ടേറെ ആളുകൾ ഇപ്പോഴുമുണ്ട്. അതിനൊക്കെ നമുക്കൊക്കെ കൂട്ടായ പരിഹാരമുണ്ടാക്കേണ്ടി വരും. അതിനൊക്കെ
ഇത്തരം ചടങ്ങുകൾ കാരണമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഈ മസ്കത്ത് KMCയുടെ ഈ നല്ല പ്രവർത്തനത്തിന് പ്രത്യേകമായ ആശംസകളും അവർക്കുള്ള അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി വേദിക്ക് ആശംസ നേർന്നുകൊണ്ട് മസ്കറ്റ് KMCCയുടെ അഭിനന്ദനായ ട്രഷറർ PTK ഷമീറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചുരൽമലയും അതിനോടനുബന്ധിച്ച് മുസ്ലിം ലീഗും അതിൻ്റെ പോഷക സംഘടനകളും UDF ഒക്കെ നേതൃത്വം നൽകിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും അതിനുശേഷം അവരെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഈ സംഭവം നടന്ന് ഉടനെ തന്നെ മസ്കത്ത് KMCCയുടെ പ്രവർത്തകർ ആ ഒരു സംഭവത്തിന്റെ ഇരകൾക്ക് അവരർഹിക്കുന്ന രീതിയിൽ അവരെങ്ങനെയാണോ ജീവിച്ചത് അതിനേക്കാളും ഒരു പടി നന്നായി ജീവിക്കാനുള്ള ഒരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്ന് നേതൃത്വത്തിനോടും അവരുടെ എല്ലാ ഏരിയ കമ്മിറ്റി എല്ലാ പ്രവർത്തകന്മാരും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ സംഭവം നടന്ന അന്ന് തന്നെ മസ്കത്ത് KMCC ഒരു അതിൻ്റെ എങ്ങനെ എന്ത് ചെയ്യണം എന്നൊന്നും ആലോചിക്കാതെ തന്നെ ഇതിൻ്റെ ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ടിറങ്ങുകയാണ് ഉണ്ടായത്. ആദ്യമായി നമ്മുടെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മൾ പറഞ്ഞു 10ഓളം വീടുകൾ മസ്കത്ത് KMCCയുടെ വകയായി ഈ ദുരന്ത ബാധിതർക്ക് നൽകണമെന്ന് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു ഫണ്ട് കളക്ഷനോ ഒന്നും വരാത്തൊരു സാഹചര്യം അതെങ്ങനെ കൊടുക്കണം എന്നതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഞങ്ങളോട് ചോദിച്ച സമയത്ത് പറഞ്ഞു നമ്മളൊരു മാസ്റ്റർ ഈ 10 വീട് എങ്ങനെ കൊടുക്കണം അതിനെപ്പറ്റി നമ്മൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിന് ശേഷമാണ് നമ്മൾ ഈ 10 വീടുകൾ വിതരണം ചെയ്യുക എന്നതായിരുന്നു നമ്മൾ ആദ്യത്തെ ഉദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ സീബേരിയ കമ്മിറ്റി മുതൽ എല്ലാ കമ്മിറ്റികളും അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് തുടങ്ങി. അതിനിടെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം നമ്മോട് ആവശ്യപ്പെടുന്നത് മുസ്ലിം ലീഗ് നേതൃത്വം സമാഹരിക്കുന്ന ആ ഒരു ഫണ്ട് കളക്ഷനുമായി എല്ലാ KMCCയും ബന്ധപ്പെടണം, അത് KMC അതുമായി സഹകരിക്കണം, എല്ലാവരും അതിൽ കൂടി ഇത് റൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളും മസ്കത്ത് KMCCയും ഞങ്ങളുടേതായ ഒരു പങ്ക് വഹിച്ചു. ഏകദേശം 1 കോടിയിലധികം രൂപ ആ ഒരു സംഭവമായി മുസ്ലിം ലീഗിന്റെ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് മസ്കത്ത് KMCCക്ക് സമാഹരിക്കാൻ സാധിച്ചു. അതിനു പുറമെയാണ് സീബേരിയ കമ്മിറ്റി പറഞ്ഞു അവർ ഏറ്റെടുത്ത് അവർ ആദ്യത്തെ കളക്ഷൻ തുടങ്ങിയത് വീട് കൊടുക്കാം എന്ന ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് വീട് കൊടുത്തേ മതിയാവും അവർക്ക്. ഈ പറയുന്ന ഫണ്ട് കളക്ഷനുമായി സഹകരിക്കുന്നതിന് പുറമെ ഒരു വീട് കൂടി സീബേരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർ മസ്കത്ത് KMCCയിൽ കൂടി ഈ ദുരന്തബാധിതരായ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ നൗഫൽ എന്ന് പറയുന്നത് മസ്കത്ത് KMCCയുടെ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, നമ്മുടെ ഒരു മെമ്പർഷിപ്പ് ഉള്ള ഒരു സഹപ്രവർത്തകന്റെ എല്ലാ തരത്തിലും നൗഫലിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോയത്. അൽഹംദുലില്ലാ ഇന്ന് ആ ഒരു നമ്മുടെ ഒക്കെ സ്വപ്നം മസ്കത്ത് KMCCയുടെ ഓരോ മെമ്പറിന്റെയും സ്വപ്നമാണ് ഇന്ന് ഈ ഒരു താക്കോൽദാനത്തോടുകൂടെ സഫലമാവുന്നത്. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാവരെയും ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇനി വരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് ആശംസ അർപ്പിക്കാൻ. എല്ലാവരും ഈ ഒരു പരിപാടി വളരെ ചുരുക്കി ആശംസകൾ അർപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ കാര്യദർശി T മുഹമ്മദ് സാഹിബ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നൗഫലിൻ്റെ മസ്കറ്റ് KMCC പ്രഖ്യാപിച്ച അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വിശുദ്ധമായ മുഹറം മാസത്തിൽ തന്നെ അദ്ദേഹത്തിന് അവിടെ കയറി താമസിക്കാൻ കഴിയും വിധം അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് താക്കോൽദാന ചടങ്ങ് നടത്തുന്ന കർമ്മം നടത്തുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം ഇതുപോലെയുള്ള ആശ്വാസകരമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടക്കുമ്പോഴും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് അന്നത്തെ ആ സംഭവം ആ ദുഃഖം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ മഹാദുരന്തം നടന്നിട്ട് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ 1 വർഷം പൂർത്തിയാവുകയാണ്. ഈ 1 വർഷം കൊണ്ടോ വരാനിരിക്കുന്ന വർഷങ്ങൾ കൊണ്ടോ
കഴുകിക്കളയാവുന്ന, മറക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല നമ്മുടെ പ്രദേശത്തുണ്ടായത്. അത്രമേൽ നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ച, ഒരു കാലത്ത് നമുക്ക് വിസ്മരിക്കാനും മറക്കാനും കഴിയാത്ത ഒരു മഹാദുരന്തത്തിന് സാക്ഷിയായവരാണ് നമ്മൾ. പക്ഷേ അതോടൊപ്പം തന്നെ അതിൽ നിന്ന് എന്നേക്കുമായി ആ ദുഃഖഭാരം പേറി നഷ്ടപ്പെട്ടതോർത്ത് ജീവിതം പാഴാക്കുന്നതിന് പകരം അവരെ ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് ഇനി നമ്മളെല്ലാവരും മുൻതൂക്കം നൽകേണ്ടത്. ഒരു കാര്യം തീർച്ചയാണ്, ഇവിടെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. കാരണം ഒരു ദുരന്തം അത് മുൻകൂട്ടി പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല, അല്ലെങ്കിൽ അതിനെ തടുക്കാൻ നമുക്ക് കഴിയില്ല. ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ അതിജയിക്കാൻ അവിടെ എന്തെല്ലാം ചെയ്യാൻ കഴിയും, അവിടെ നഷ്ടപ്പെട്ടവർക്ക് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഒരു മാതൃകയായി നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇതുപോലെ ധാരാളം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ദുരന്തമുഖത്ത് ഒരു മാതൃകയായി സ്വീകരിക്കാൻ കഴിയുന്ന സന്നദ്ധ സംഘടനകളുടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, ഗവൺമെന്റിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്രമേൽ മാതൃകാപരമായ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഒരു ദുരന്തമുഖത്തും ആർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ ഇവിടെ മഹത്തായ അത്ഭുതങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. നൗഫലിന് എല്ലാം നഷ്ടപ്പെട്ടു. അവന്റെ മാതാപിതാക്കളും അവന്റെ ഭാര്യയും കുട്ടികളും കുടുംബങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ ഏകനായി മാറിയ ഈ ഭൂമുഖത്ത് മറ്റാരുമില്ലാത്ത ഒരു ഏകാന്തതയിൽ അദ്ദേഹത്തെ, നൗഫലിനെ ആദ്യമായി ചേർത്ത് പിടിച്ചത് മസ്കറ്റ് KMCC ആണ്. അന്ന് തന്നെ മസ്കറ്റ് KMCC അവരുടെ സഹായം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് KNM അദ്ദേഹത്തിന് ഒരു നല്ല കട തുടക്കം കുറിച്ചു. അതുപോലെ വിവിധങ്ങളായ സഹായങ്ങൾ ചെയ്തു. ഇവിടെ ഞാൻ അതൊന്നും ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദുരന്തമുഖത്തൊരു പ്രശ്നമുണ്ടായപ്പോൾ, പ്രതിസന്ധി ഉണ്ടായപ്പോഴും അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതിന് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയോടാണ്. ബഹുമാന്യനായ KKയും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി, ആദരണീയനായ സാദിഖ് അലി തങ്ങളും ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈ ദുരന്തമുഖത്ത് വന്നപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞൊരു കാര്യം, ഇത് ഞങ്ങൾക്ക് വയനാട് ജില്ലാ കമ്മിറ്റിക്ക് താങ്ങാവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഈ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മറിച്ചൊന്ന് ആലോചിക്കാതെ ആ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുക്കുകയും അദ്ദേഹം സമയബന്ധിതമായി അതിന് ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം അതിന് നേതൃത്വം നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത ഈ പുനരധിവാസ പദ്ധതിയുമായിട്ട് എല്ലാവരും കൈകോർത്ത് പിടിച്ചു. ഇവിടെ മസ്കറ്റ് KMCC അതിലേക്ക് 1 കോടി രൂപയോളം സമാഹരിച്ചു. സൗദി KMCCയും ദുബായ് KMCCയും 3 കോടി രൂപയിലധികം അതിലേക്ക് സഹായിക്കുകയുണ്ടായി. എല്ലാ KMCCകളും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ജില്ലാ കമ്മിറ്റികൾ, മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏതാണ്ട് 5 കോടിയോളം രൂപ, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി 3 കോടിയോളം രൂപ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അതേപോലെ 3 കോടിയോളം രൂപ, നമ്മുടെ വയനാട് ജില്ലയും 1.5 കോടി രൂപയോളം അതിലേക്ക് നമ്മൾ സമാഹരിച്ചു. അങ്ങനെ 40 കോടി രൂപയോളം ആ പുനരധിവാസ ഫണ്ടിലേക്ക് ഒഴുകിയെത്തിയത് മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതിന് നേതൃത്വം നൽകിയതുകൊണ്ടാണ്. അതിനെ തുടർന്ന് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രിയങ്കരനായ T സിദ്ദീഖ് MLA തന്നെ മുസ്ലിം ലീഗ് ചെയ്ത പ്രവർത്തനങ്ങളെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ആദ്യ ദിനം മുതൽ ഇന്ന് വരെ അതിന്റെ ഓരോ ഘട്ടങ്ങളിലും അനിവാര്യമായത് എന്താണോ അതെല്ലാം ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഉപസമിതി, പ്രിയപ്പെട്ട PK ബഷീർ സാഹിബ് MLA കൺവീനറായിക്കൊണ്ടുള്ള ഉപസമിതി വളരെ കൃത്യമായി ചിട്ടയായി ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി എന്നുള്ളതാണ്. ഇനി നമുക്ക് അവസാനമായി പൂർത്തീകരിക്കാനുള്ളത് നമ്മളിവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ പ്രഖ്യാപിച്ച 100 വീട് അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇവിടെ മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ അതിനൊരു വ്യക്തത വരുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിന് ഇത്രയേറെ മുസ്ലിം ലീഗിന്റെ ഈ ഭവന നിർമ്മാണ പദ്ധതി വൈകാൻ കാരണക്കാരായത് ഞങ്ങളല്ല. കാരണം മുസ്ലിം ലീഗിന്റെ കയ്യിൽ ജനങ്ങളെ ഏൽപ്പിച്ച സമ്പാദ്യം ഉണ്ടായിരുന്നു, അതിന്റെ ഫണ്ട് ഉണ്ടായിരുന്നു.
പക്ഷെ സംസ്ഥാന സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബും PK ബഷീർ MLA-യും അതുപോലെ തന്നെ ബഹുമാന്യനായ ഡോക്ടർ MK മുനീർ സാഹിബ് അടക്കം നിരവധി ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയുമായും റവന്യൂ മന്ത്രിയുമൊക്കെയായി നടത്തിയ ചർച്ചയിൽ അവർ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഭൂമി ഒരുക്കുമെന്നതായിരുന്നു. സർക്കാർ ഭൂമി ഒരുക്കിയിട്ട് എല്ലാ സന്നദ്ധ സംഘടനകൾക്കും പ്രത്യേകം സ്പേസ് അനുവദിച്ചു കൊടുക്കും. ആ സ്പേസിൽ അവിടെ വീട് നിർമ്മിക്കാമെന്നായിരുന്നു. അത് സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 105 വീടിന് പകരം ഏറ്റവും മിനിമം ഒരു 150 വീടെങ്കിലും സർക്കാർ സ്ഥലം അനുവദിച്ചിരുന്നുവെങ്കിൽ ആ സ്പേസിൽ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ സർക്കാരിന്റെ സ്ഥലം കാത്തുനിന്ന് നമ്മൾ സമയം കളഞ്ഞു എന്നതാണ് നമുക്ക് പറ്റിയിട്ടുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത്, ഒരു പോരായ്മ എന്ന് പറയുന്നത്. എന്നാൽ ഒടുവിലാണ് സംസ്ഥാന മുഖ്യമന്ത്രി നേരിട്ട് സന്നദ്ധ സംഘടനകളുടെ ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തത്. ആ മീറ്റിംഗിൽ പങ്കെടുത്തത് ബഹുമാന്യനായ PK ബഷീർ സാഹിബ് MLA-യും അതുപോലെ C മമ്മൂട്ടി ex-MLA-യും ബഹുമാന്യനായ PMA സലാം സാഹിബും PK കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിരുന്നു പാർട്ടിയെ പ്രതിനിധീകരിച്ച് ആ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിലാണ് മുഖ്യമന്ത്രി നയം വ്യക്തമാക്കിയത്. ഇവിടെ സർക്കാർ പ്രത്യേകിച്ച് ഒരു സന്നദ്ധ സംഘടനകൾക്കും സർക്കാർ സ്ഥലം പ്രത്യേകമായിട്ട് അനുവദിച്ചു കൊടുക്കുന്നില്ല. മറിച്ച് സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഒരു വീടിന് 30 ലക്ഷം രൂപ പ്രകാരം, ഒരു സ്ക്വയർ ഫീറ്റിന് 3000 രൂപ പ്രകാരം 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുന്നതിന് 30 ലക്ഷം രൂപ സർക്കാരിലേക്ക് ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്ക് അടക്കണം എന്ന് സർക്കാർ ഒരു നിർദ്ദേശം വെച്ചു. ആ നിർദ്ദേശം സ്വീകാര്യമല്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് നമ്മൾ സർക്കാർ സംവിധാനത്തിൽ നിന്ന്, മുസ്ലിം ലീഗ് മാത്രമല്ല, അന്ന് വിളിച്ചു ചേർത്ത KCBC-യുടെ 100 വീടുണ്ടായിരുന്നു, മറ്റ് സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും സർക്കാർ സംവിധാനത്തിൽ നിന്ന് പുറകോട്ട് പോയത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. 1000 സ്ക്വയർ ഫീറ്റ് വീട് 16 ലക്ഷത്തിന്റെയും 20 ലക്ഷത്തിന്റെയും ഇടയിൽ നിർമ്മിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനാണ് 30 ലക്ഷം രൂപ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കേണ്ടത്? ജനങ്ങൾ വിശ്വാസപൂർവ്വം നമ്മളെ ഏൽപ്പിച്ചത്. ഞാൻ ഒരു കാര്യം അർത്ഥശങ്കക്കിടമില്ലാതെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്ത പ്രദേശം സന്ദർശിച്ചതാണ്. അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. നരേന്ദ്രമോദി ഇവിടെ സന്ദർശനം നടത്തി പോയതിനു ശേഷം ഒരു മൊട്ടുസൂചിയുടെ ആനുകൂല്യം പോലും കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രദേശത്തേക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സന്ദർശിച്ചു പോയതിനെ തുടർന്ന് 40 കോടി രൂപയാണ് ഈ പ്രദേശത്തേക്ക് മുസ്ലിം ലീഗിന്റെ വഴി കടന്നു വന്നിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തങ്ങളെ വിശ്വാസത്തിൽ ഏർപ്പിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ഏൽപ്പിച്ച ഫണ്ട് ഈ സർക്കാരിന്റെ ഈ കൊള്ളരുതായ്മകൾക്ക് ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്ക് 30 ലക്ഷം കൊടുക്കാൻ അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയായിരിക്കും എന്നതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ആ പ്രൊജക്റ്റിൽ നിന്ന് വിട്ടുനിന്നത്. ഏതായിരുന്നാലും അതുകൊണ്ടാണ് നമുക്ക് കാലതാമസം നേരിട്ടത്. സർക്കാരിൽ സ്ഥലം ലഭിക്കില്ല എന്ന് ഉറപ്പായ മുറക്ക് തന്നെ മുസ്ലിം ലീഗ് വളരെ പെട്ടെന്ന് ഏതാണ്ട് 11.5 ഏക്കറയോളം സ്ഥലം പ്രിയപ്പെട്ട ബഷീർ സാഹിബിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ജില്ലാ കമ്മിറ്റി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടെ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ആ സ്ഥലം ഇവിടുത്തെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി അഷ്റഫും നജീബും അതുപോലെ നിയോജകമണ്ഡലം പ്രസിഡന്റ് T അംസ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ചേർന്നുകൊണ്ട് സ്ഥല പരിശോധന നടത്തി നമ്മൾ കൃത്യമായി ആ സ്ഥലം കണ്ടെത്തി അവിടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഒരു കാര്യം സൂചിപ്പിക്കുന്നു, അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ഒരു ശക്തമായ മഴ മാത്രമാണ് നമുക്കൊരു താമസമായി നിൽക്കുന്നത്. ഈ മഴ മാറുന്ന ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10-15 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ ആരംഭിക്കുവാൻ നമുക്ക് കഴിയും. നമ്മൾ നിശ്ചയിച്ച സമയത്തിനകം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യം നിങ്ങളെ അറിയിച്ചുകൊണ്ട് മസ്കറ്റ് KMCC പ്രിയപ്പെട്ട റയീസ് അഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം, നമുക്കറിയാം ബഹുമാന്യനായ അഹമ്മദ് സാഹിബ് മരിച്ചപ്പോഴാണ് വയനാട്ടിൽ അഹമ്മദ് സാഹിബ് എത്രമാത്രം നമ്മളെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് ബോധ്യമായത്. വയനാട്ടിലെ ആരോരും അറിയാത്ത കുറെ കുടുംബങ്ങൾക്ക് ബഹുമാന്യനായ അഹമ്മദ് സാഹിബിന്റെ അവർക്ക് നിത്യേന ഓരോ മാസവും അവരുടെ വീടുകളിലേക്ക് കൃത്യമായ ഒരു സംഖ്യ എത്തിക്കൊണ്ടിരുന്നു C മമ്മൂട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ. പക്ഷേ മമ്മൂട്ടി സാഹിബിന് പോലും അറിയുന്നില്ല ഈ ഫണ്ട് ആരുടേതാണ് എന്ന്.
അത് വിതരണം ചെയ്ത KC ആലിദ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ആരുടെ ഫണ്ടാണ് എന്ന്. അങ്ങനെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കുടുംബങ്ങളിലേക്ക് ആ സഹായം എത്തിച്ചത് ബഹുമാനായ അഹമ്മദ് സാഹിബ് മരണപ്പെട്ടപ്പോൾ മാത്രമാണ് അത് അഹമ്മദ് സാഹിബിൻ്റെതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. അത്രമാത്രം വയനാടിനെ സ്നേഹിച്ച അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രൻ റഹീസ് അഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ മസ്കറ്റ് KMCC ഇവിടെ പ്രിയപ്പെട്ട നൗഫലിന് വേണ്ടി അതിമനോഹരമായ ഒരു വീടിന്റെ പണി പൂർത്തീകരിച്ച് ഇതിൽ പങ്കുചേരാൻ നിങ്ങൾ കാണിച്ച ഈ സന്മനസ്സിന്, വയനാടിനോട് കാണിച്ച ഈ ദുരന്തത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് വയനാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗിൻ്റെയും KMCCയുടെയുമായ നിരവധി നേതാക്കൾ വേദിയിലും സദസ്സിലുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ പരിമിതി മാനിച്ചുകൊണ്ട് നമ്മുടെ ആശംസകൾ വെട്ടിച്ചുരുക്കുകയാണ്. അവസാനമായി മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് K. ബാബു ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു. നമുക്കറിയാം, ജൂലൈ 30 മുണ്ടക്കയിലും ചൂരൽമണ്ണിൽ നടന്ന ഒരു ദാരുണമായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒട്ടേറെ സഹോദരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അവരൊരു ആയുസ്സുകാലം മുഴുവൻ കൂട്ടിവെച്ച അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും ഒറ്റവരും ഒക്കെ തന്നെ നഷ്ടപ്പെടുകയും അവരെ ഏറെ പ്രയാസത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സർക്കാർ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോഴും അതിനെത്രയും മുന്നിലാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ഒട്ടേറെ സംഘടനകൾ. നമുക്കറിയാം, മുസ്ലിം ലീഗ് ഇന്ന് 105 വീടുകളുടെ തറക്കൽ ഉദ്ഘാടനം കഴിഞ്ഞു. അതിന്റെ പ്രവർത്തന ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ മസ്കറ്റ് KMCC അവരുടെ പ്രിയ സഹോദരനും അതുപോലെ തന്നെ സഹപ്രവർത്തനമായ നമ്മുടെ പ്രിയങ്കരനായ നൗഫലിന് ഇന്നിവിടെ വീടിന്റെ താക്കോൽ ദാനകർമ്മം നടക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊരു മേഖലയിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന സംഘടന. നമുക്കറിയാം, ഇന്ന് മലപ്പുറം ജില്ലയിലെ KP ഉണ്ണികൃഷ്ണന്റെ അനുസ്മരണ ദിനം കൂടിയാണ്. ഞാൻ ഇവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ മത്സരിച്ച മുണ്ടക്കയിലെ ഏറെ പ്രിയപ്പെട്ട നൗസലിന് ഇന്നൊരു സന്തോഷത്തിന്റെ ദിനമായതുകൊണ്ട് തന്നെ അവിടെ പോകാതെ ഈ ചടങ്ങിൽ സംബന്ധിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആരും അത് ജാതിയോ മതമോ നോക്കാതെ കൂടെ നിർത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് എന്ന സംഘടന എല്ലാ ഘട്ടങ്ങളിലും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുകയാണ്. എന്നെയൊക്കെ സംബന്ധിച്ച് നമ്മളൊക്കെ ഒട്ടേറെ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരികയും അതിൽ നിന്ന് മാറി ഒരു മെമ്പർ അല്ലെങ്കിൽ ജനപ്രതിനിധിയായി ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ മുസ്ലിം ലീഗ് സംഘടന വളരെ ആത്മാർത്ഥമായി കൂടെ നിൽക്കുകയും അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികയും അതിൻ്റെ പേരിലാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ ഈ മൈക്കിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായത്. ഏറെ നന്ദിയോടുകൂടിയാണ് ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തനത്തിലും നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഇവിടെ ഏറെ സമയം ഏറെ വൈകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നൗഷലിന് പ്രത്യേകം സന്തോഷങ്ങളും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, അടുത്തതായി നാം നൗഫലിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിൻ്റെ താക്കോൽ ദാനമാണ്. ഈ താക്കോൽ ദാന ചടങ്ങ് മസ്കറ്റ് KMCCയുടെ മുഴുവൻ ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ വയനാട് പ്രൊജക്റ്റിൻ്റെ ഉത്തരവാദപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട BK ബഷീർ MLA സാഹിബിന് ചാവി നൽകിക്കൊണ്ട് മസ്കറ്റ് KMCCയുടെ അഭിവന്ദനായ പ്രസിഡന്റ് റയീസ് അഹമ്മദ് സാഹിബ്
നിർവഹിക്കുന്നതാണ്. ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ആളുകളെയും സ്നേഹത്തോടെ മസ്കറ്റ് KMCCക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. KMCC ഈ വീടിൻ്റെ താക്കോൽദാനം PK ബഷീർ MLA സാഹിബിന് നൽകുകയാണ്. മസ്കറ്റ് KMCCക്കുള്ള നന്ദി പത്രം നൗഫൽ മസ്കറ്റ് KMCCയുടെ അഭിനന്ദനായ പ്രസിഡന്റ് റയീസ് അഹമ്മദ് സാഹിബിന് കൈമാറുകയാണ്. അടുത്തതായി നാം നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ ആ ഡിസൈനാണ്. ആ ഡിസൈൻ നൗഫലിന് കൈമാറുന്നു. അടുത്തതായി മസ്കറ്റ് KMCCയുടെ സീനിയർ നേതാവും ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി മസ്കറ്റിലുള്ള പ്രവാസി സുഹൃത്തുക്കളെയൊക്കെ ഒന്നിച്ചു ചേർത്ത് ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ MT അബൂബക്കർ സാഹിബിന് ഒരു ആദരം നൽകുകയാണ് മസ്കറ്റ് KMCCക്ക് വേണ്ടി. അതിനുവേണ്ടി PK ബഷീർ MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഞങ്ങളുടെ ഈ വീട് നിർമ്മാണത്തിന് വേണ്ടി വളരെ വലിയ പരിശ്രമം നടത്തി കേവലം 6 മാസങ്ങൾക്കുള്ളിൽ ഈ വീട് ഞങ്ങളുടെ കൈകളിലേക്ക് പണിപൂർത്തീകരിച്ച് ഏൽപ്പിച്ച നിങ്ങളുടെ വയനാട്ടിലെ പൊഴുതന പഞ്ചായത്ത് ബോർഡ് മെമ്പറും ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവുമായ നാസർ ഖാദിരിയെ ആദരിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി ആദരം കൈമാറുന്നത് റയീസ് അഹമ്മദ് സാഹിബ് അവറുകളാണ്. അതിനുവേണ്ടി റയീസ് അഹമ്മദിനെയും ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വീടിൻ്റെ പണി വളരെ ദ്രുതഗതിയിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും പെട്ടെന്ന് പൂർത്തിയാക്കിയ പ്രിയപ്പെട്ട നാസർ സാഹിബ് 2 വാക്ക് സംസാരിക്കുകയാണ്. ഏറ്റവും മനോഹരമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതിൽ എന്നെ ഇത് ഏൽപ്പിച്ച മസ്കറ്റ് KMCC കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് KMCC മസ്കറ്റ് കമ്മിറ്റി ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും നല്ലത്, ഏറ്റവും മനോഹരമായ ഒരു സദസ്സാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നമുക്കറിയാം. റയീസ് സാറിൻ്റെ കൂടെ അദ്ദേഹം പ്രസിഡൻ്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുകളിലൊരു പ്രസിഡൻ്റുണ്ട്, MT അബൂബക്കർ സാഹിബ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നമാണ് ഇങ്ങനെ ഒരു ഇത്രയും പെട്ടെന്ന്. കാരണം ഞാനിതിൻ്റെ വർക്ക് തുടങ്ങി 2 മാസങ്ങൾ കൊണ്ട് തന്നെ എന്നോട് പറയുകയാണ് ഇതിൻ്റെ ചാവി കൊടുക്കാനായോ എന്നുള്ള ചോദ്യം. അങ്ങനെ ചോദ്യവും അതോടൊപ്പം തന്നെയുള്ള മറ്റുള്ള പ്രോത്സാഹനങ്ങൾ നൽകി. അദ്ദേഹത്തെക്കുറിച്ച്, ഈ കമ്മിറ്റിയെക്കുറിച്ച് 2 വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിരവധി പ്രശ്നങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. അതിനൊക്കെ തന്നെ പരിഹാരങ്ങൾ ഇവിടെ ഉണ്ട്. ആ പരിഹാരങ്ങൾ കണ്ടെത്തി അതിന് നിമിത്തമാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ കഴിഞ്ഞ നമുക്കറിയാം വലിയ പെരുന്നാൾ ദിവസത്തിൽ, വലിയ പെരുന്നാളിൻ്റെ 4 ദിവസം മുമ്പ് എൻ്റെ പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു,
ഞങ്ങളുടെ 100 ചില്ലാനം കുടുംബങ്ങൾക്ക് വലിയ പ്രയാസത്തിലാണ്, ഒരു ഉരുവിനെ പോലും അറക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എന്നെ പഞ്ചായത്തിൽ വന്ന് കണ്ട് പറഞ്ഞ സമയത്ത് ഞാൻ വെറുതെ ജസ്റ്റ് ഒരു കോൾ ചെയ്യാണ്. MT സാഹിബിന് ഒരു മെസ്സേജ്, ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണ്. MT സാഹിബ് ഇങ്ങനെ വന്നിട്ടൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രദേശത്തുള്ള ആളുകളെന്ന്. അങ്ങനെ അത് പറഞ്ഞു. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 1 ലക്ഷം റുപ്യൻ്റെ അടുത്തുള്ള ഒരു ഉരുവിനെ മേടിച്ചു കൊടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ MT സാഹിബിൻ്റെയും അതുപോലെ തന്നെ ആളുകളുടെയും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് നിമിത്തമാകാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സംവിധാനമാണ് മസ്കറ്റ് KMCC. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്, സർക്കാർ സംവിധാനങ്ങളും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളും മത സാംസ്കാരിക സംഘടനകളും ഒക്കെ കൊടുക്കുന്ന വീടുകൾ, ആ വീടുകളൊക്കെ തന്നെ അവരുടേതായ ഒരു പ്ലാനിലുണ്ടാക്കി അവർ കണ്ടെത്തിയ സ്ഥലത്ത് കൊടുക്കുമ്പോൾ മസ്കറ്റ് KMCC അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നൗഫൽ കണ്ടെത്തിയ സ്ഥലത്ത് നൗഫലിൻ്റെ പ്ലാനിൽ നൗഫലിൻ്റെ ആഗ്രഹപ്രകാരമുള്ള ഒരു വീടാണ് കൊടുക്കുന്നത്. ഇതിന് ഒരുപാട് ആളുകൾ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൽപ്പറ്റ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഈ വേദിക്ക് നന്ദി ആശംസിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്മാൻ പന്തല്ലൂരിനെ കേന്ദ്ര കമ്മിറ്റിയുടെ സെക്രട്ടറി ഉസ്മാൻ പന്തല്ലൂരിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഏറെ വൈകിയിട്ടുണ്ട്. നിരവധി ആളുകൾ പല ദൂരദിക്കുകളിൽ നിന്നുമൊക്കെ വന്നവരുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പരിപാടി വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നത്. ഓരോരുത്തരെയും പേര് പറഞ്ഞ് നന്ദി അർപ്പിക്കുന്നില്ല. എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഏവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും KMCCയുടെയും മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും ഒക്കെ എല്ലാ നേതാക്കന്മാർക്കും നന്ദി ആശംസിക്കുകയാണ്.